ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മക്കളെ എങ്ങനെ കെമിസ്ട്രി എക്സാം കഴിഞ്ഞിരിക്കുകയാണ്, നമ്മളൊരു അനാലിസിസ് നടത്തുകയാണ്. അത് നമ്മൾ പേടിച്ചിരുന്നു, എക്സാം എന്താവും, ഭയങ്കര ടഫായിരിക്കും, NCERT ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറി കെമിസ്ട്രി എക്സാം എളുപ്പമാണ് അല്ലേ മക്കളെ? അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളല്ലേ അത്തി കഴിഞ്ഞ 3 ലൈവുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത, എനിക്കൊന്ന് ഇന്നത്തെ മോർണിംഗ് ലൈവ് കണ്ടവർക്ക് തന്നെ എത്രയോ ചോദ്യങ്ങളാണ് നമ്മൾ അതായത് മോർണിംഗ് ലൈവ് 1.5 മണിക്കൂർ 2 മണിക്കൂർ ലൈവ് അല്ല, വെറും അറ്റ്ലീസ്റ്റ് ഒരു 1.5 മണിക്കൂറുള്ള ലൈവ് പറഞ്ഞതേ വന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസത്തെ ലൈവ് കണ്ട കുട്ടികൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. നമ്മൾ വീഡിയോ താഴെയൊക്കെ കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കാരണം ഈ ഒരു ദിവസം തന്നെ അനാലിസിസ് ഇടണം എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് +1 എക്സാം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൽ കൂടി ഇരിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, മാത്സിന്റെ എക്സാം വരികയാണ്. എനിക്ക് തോന്നുന്നു ഫിസിക്സും കെമിസ്ട്രിയും രണ്ടും അത്യാവശ്യം വളരെ ടഫ് ആയിരുന്നില്ല, ഈസി ആയിരുന്നു. ഒരു ആവറേജ് ലെവലിൽ തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം അല്ലെ. എന്നാൽ അടുത്ത എക്സാം മാത്സ് എളുപ്പമായിരിക്കും. അതെ, വളരെ ഈസി ആയിരുന്നില്ല, എന്നാൽ ഒരു ആവറേജ് എന്ന് നമുക്ക് പറയാം രണ്ട് എക്സാമുകളും. ഓക്കെ, ആദ്യത്തെ പാർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ക്ലിയർ ഉള്ള ക്ലാരിറ്റി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 1 മാർക്കിന്റെ ചോദ്യങ്ങള് സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോൺസും ഹാഫ് ലൈഫും അല്ലെ സ്ഥിരം ചോദിക്കുന്നതാണ്. നമ്മൾ ഒരുപാട് തവണ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻസ് വരും, കാര്യങ്ങളെല്ലാം എന്താ ടി ഹാഫിന്റെ സീറോ ഓർഡറിനെയും ഫസ്റ്റ് ഓർഡറിനെയും ഒക്കെ ടി ഹാഫ് ഉറപ്പായിട്ടും ചോദിക്കുമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയറിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എന്നാൽ നമ്മുടെ NCERT ലൈവുകളിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഈ കാണുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോളിസാക്കറൈഡ്, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന മെക്കാനിക്സ് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ SN1 മെക്കാനിക്സ് ഒക്കെ ഒരുപാട് എക്സാമ്പിൾ വെച്ച് 2 ലൈവുകളും, ഒരു ലൈവിലെ 2 ലൈവിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കീലേറ്റിൻ ലിഗാൻഡ് എന്താണെന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കാറ്റലിസ്റ്റിന്റെ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിന് എങ്ങനെയാണ് കാറ്റലിസ്റ്റിന്റെ എഫക്ട്, ആക്ടിവേഷൻ എനർജി, ഈ ചോദ്യം ചോദിക്കും. ഒരു കുട്ടി ലൈവിൽ തന്നെ ചോദിച്ചിരുന്നു കാറ്റലിസ്റ്റിന്റെ എഫക്ട് എന്താണെന്ന്. അപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് തോന്നുന്നത് 4 പ്രോബ്ലം NCERT-യിലെ 4 പ്രോബ്ലം ഡാനിയൽ സെല്ല് നേഴ്സ് ഇക്വേഷനുമായി ചെയ്തിട്ടുണ്ട്. ഒരു സെല്ല് ഇക്വേഷൻ തന്നിട്ട് നേഴ്സ് ഇക്വേഷൻ എന്ന 4 പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യാ NCERT-യിൽ ക്ലിയർ ആയിട്ടുണ്ട്. അതേപോലെ റേറ്റ് കോൺസ്റ്റന്റ് K കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. മക്കളെ, NCERT-യിലെ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ന്യൂമറിക്കൽസ് അതേപടി വന്നിട്ടുണ്ട്. മോർണിംഗ് ലൈവിൽ പറഞ്ഞൊരു കാര്യം, ഐസോട്ടോണിക് സൊല്യൂഷൻ, ബ്ലഡ് ഈസ് ഐസോട്ടോണിക് വിത്ത് 0.9% NaCl, അല്ലെങ്കിൽ എന്ത് ചെയ്യാം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഒക്കെ പറഞ്ഞാണ്. അതേപോലെ എത്തനോളും PCl3 ആണോ ക്വസ്റ്റ്യൻ പേപ്പർ PCl3 ആണെന്ന് തോന്നുന്നു. PCl3 ആയിട്ടുള്ള റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. PCl5 ആണ്, BOCl3 മെച്ചീൻ ആണ്. PCl5 ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ. ഈ SN1 SN2 വരുന്ന നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞിരുന്നല്ലേ ആർട്ടിന്റെ SN1 സ്വാട്സ് റിയാക്ഷൻ. രാവിലെ ഒരു പയ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ സ്വാട്സ്, അതിലെ 1 വേർഡ് ക്വസ്റ്റ്യൻ ഇല്ലേ, സ്വാട്സ് റിയാക്ഷൻ രാവിലെ തന്നെ ഒരുത്തൻ ഡൗട്ട് ചോദിച്ചാൽ നമ്മൾ ഇതാ SN1 SN2 ഡീറ്റെയിൽഡ് ആയിട്ട് കോളം വരച്ച് കമ്പയർ, അതിൽ ഏതെങ്കിലും 2 എണ്ണമാണ്, 2 കാര്യങ്ങളാണ് മക്കളോട് ചോദിച്ചത്. ദെൻ അതേപോലെ വന്നൊരു ചോദ്യമാണ് ക്ലോറോഫോമിന്. നമ്മൾ 1 മാർക്ക് ഡിസ്കസ് ചെയ്തത് നമ്മുടെ 1 മാർക്ക് വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ആദ്യ ചോദ്യങ്ങളിൽ നമ്മൾ 2 ലൈവിൽ ഡിസ്കസ് ചെയ്തു. ക്ലോറോഫോം ഈസ് സ്റ്റോർഡ് ഇൻ കളേർഡ്, വൈ ക്ലോറോഫോം ഈസ് സ്റ്റോർഡ് ഇൻ കളേർഡ് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ്, അതെ. അതേപോലെ മക്കളെ മറ്റൊരു ചോദ്യമാണ്, എനിക്ക് ചോദ്യങ്ങൾ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. 2,4,6 ട്രൈബ്രോമോ അനിലിന്റെ പ്രിപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട്. എല്ലാ നമ്മൾ 2,4,6 ട്രൈബ്രോമോ അനിലിൻ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. NCERT ലൈവ് ഉണ്ടായിരുന്നു. അതേപോലെ കഴിഞ്ഞ ദിവസം നടന്ന 100 ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻസിന്റെ ലൈവ്. മക്കളെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞതാണ്. ഇന്നത്തെ മോർണിംഗ് ലൈവിൽ കൂടി നമ്മൾ ഓർഡറും മോളിക്കുലാരിറ്റി 100% നമ്മൾ ഉറപ്പിച്ച ചോദ്യമാണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇന്നത്തെ മോർണിംഗ് ലൈവിൽ വന്നപ്പോൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. മോർണിംഗ് ലൈവിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്തായാലും ചോദിക്കും. അതിന്റെ ചോദ്യം ഇന്നത്തെ മോർണിംഗ് ലൈവിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സ്യൂഡോ ഫസ്റ്റ് ഓർഡറിന്റെ ഓർഡറും മോളിക്കുലാരിറ്റിയും ഒക്കെ 100% ഇതാ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് 100 ഈ ക്വസ്റ്റ്യൻ ഇല്ലാതെ എക്സാം ഇല്ല എന്ന് വരെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിലുണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് മക്കളെ, അത് പ്രീവിയസ് ഇയറിൽ ആവർത്തിച്ച് ചോദിച്ചതാണ്. അപ്പൊ PYQs നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. സിങ്ക്, കാഡ്മിയം, മെർക്കുറി അവര് ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അവരെ ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്? എനിക്ക് തോന്നുന്നു NCERT-യുടെ ഉള്ളിലും ആ ചോദ്യമുണ്ട്.
നമുക്ക് ചോദ്യങ്ങൾ കണ്ടിട്ട് ഇതിലേക്ക് വരാം അല്ലെ. നമ്മൾ NCERT-ൽ നിന്നാണോ PYQ-ൽ നിന്നാണോ എന്നുള്ളത് എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. മക്കളെ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ഇന്ന് ചോദിച്ചിരിക്കുന്ന നമ്മൾ ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ഇന്നത്തെ മോർണിംഗ് ലൈവിൽ കൂടി പറഞ്ഞിരുന്ന ആർട്ടി പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ വന്നിരിക്കുമെന്ന് നമ്മൾ ഇന്നത്തെ മോർണിംഗ് ലൈവിൽ കൂടെ പറഞ്ഞിരുന്നു. അതൊരു PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഇത് കണ്ടിട്ട് നമ്മുടെ ലൈവിലേക്ക് പോവാം. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ NiCO4 മക്കളെ ഇത് NCERT-ലെ ചോദ്യമാണ്. NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മുടെ NCERT ലൈവില്. ഇതിന്റെ പ്രത്യേകത ഇതിൽ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും രണ്ട് ലൈവിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അതേപോലെ ഇത് ഇവിടെ നെയിം തന്നിട്ട് IUPAC നെയിം തന്നിട്ട് ഫോർമുല എഴുതാൻ ചോദിച്ചു. നമ്മുടെ NCERT-ലെ ഇൻഡെക്സ് ക്വസ്റ്റ്യനിൽ വരുന്ന ആദ്യ ചോദ്യങ്ങളാണത്. ഒരു IUPAC നെയിം തന്നിട്ട് അതിന്റെ ഫോർമുല കൺസ്ട്രക്ട് ചെയ്യാൻ. ഫസ്റ്റ് പാർട്ട് എനിക്ക് അതെ, ഫോർമുല തന്നിട്ട് IUPAC നെയിം എഴുതാനും. ഇന്നലെ പറഞ്ഞിരുന്ന ഫീനോളിന്റെ റിയാക്ഷൻസ് നമ്മൾ ഒറ്റ പേജിൽ പഠിച്ചിരുന്ന ലൈവില്. ആ സിംഗിൾ പേജിൽ പഠിച്ച 3 റിയാക്ഷൻസ്, ഏതെങ്കിലും ഒരു റിയാക്ഷൻ വരുന്നതാണ് കരുതിയത്, പക്ഷെ 3 റിയാക്ഷൻസ് ഒരുമിച്ച് വന്നിരിക്കുന്നു. അതേപോലെ ക്ലമൻസൺസ് റിഡക്ഷൻ, നെയിംഡ് റിയാക്ഷൻസ് ഒരുപാട് തവണ നമ്മൾ ആണല്ലേ. അത് PYQ പ്രീവിയസ് ഇയറിൽ ഒരുപാട് ചോദിക്കുന്നതാണ് മക്കളെ. ഇന്ന് മോർണിംഗ് ലൈവിൽ നമ്മൾ പറഞ്ഞിരുന്നു ഹിൻസ്ബർഗ് ടെസ്റ്റ് വരും. ആൽക്കഹോളുകളെ, പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോളുകളെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ബ്രോമൈഡ് പറഞ്ഞിട്ടുണ്ട്, ഹിൻസ്ബർഗ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഓരോന്നായിട്ട് എഴുതി തന്ന കാര്യങ്ങളാണ്. ആയിട്ട് കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിരുന്നു, മോർണിംഗ് ലൈവിൽ എടുത്ത് പറഞ്ഞിരുന്നു കാർബിലമൈൻ റിയാക്ഷനും ഹിൻസ്ബർഗ് ടെസ്റ്റും വരും എന്നുള്ള കാര്യം. അത് അങ്ങനെ തന്നെ വന്നു. മോർണിംഗ് ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഗ്ലോബുലാറും ഫൈബ്രസ് പ്രോട്ടീനും ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ. ഇതേപോലെ A പാർട്ടും B പാർട്ടും പോലും മാറാതെ നമ്മൾ ഇങ്ങനെ തന്നെ ഈവൻ കൺവേർഷൻ പോലും നമ്മളിൽ എത്തനോയിക് ആസിഡ് എത്തനോൾ ആക്കുന്ന കൺവേർഷൻ ഒക്കെ ഇന്നത്തെ മോർണിംഗ് ലൈവിൽ എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ ബേസ്ഡ് ഓൺ ദെയർ മോളിക്കുലർ ഷേപ്പ്, ഫൈബ്രസ് പ്രോട്ടീനും. അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈസ് മെൻ ബൈ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ്. അതും അതേപോലെ A പാർട്ടിലും B പാർട്ടിലും സെയിം ക്വസ്റ്റ്യൻ, PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് പ്രീവിയസ് ഇയറിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ PYQ ഒരു Aയും Bയും മാറാതെ അതേപോലെ ചോദിച്ചു. ഹെൻറീസ് ലോ മോർണിംഗ് ലൈവിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യം, മോർണിംഗ് ലൈവിൽ പറഞ്ഞ കാര്യമാണ് ഹെൻറീസ് ലോ. മോർണിംഗ് ലൈവിൽ നമ്മൾ ആദ്യ പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ് ഹെൻറീസ് ലോ, അതിന്റെ അപ്ലിക്കേഷൻസ്. അതേപോലെ അവിടെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് ചോദിച്ചിരുന്നു. ലൈവില് വരച്ചിട്ടുണ്ട്. യെസ്, അത് അതേപോലെ അത് എനിക്കൊന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങള്. ദെൻ നേൺസ്റ്റ് ഇക്വേഷൻ ഉറപ്പിച്ച് പറഞ്ഞ ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ലൈവിൽ മൂന്ന് റിയാക്ഷൻ നേഴ്സിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. മക്കളെ വെർണറുടെ കോർഡിനേഷൻ തിയറി ചോദിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിരുന്നു. അതേപോലെ നമ്മൾ സെക്കൻഡറി വാലൻസി എന്താണ്, പ്രൈമറി വാലൻസി എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. ഇവിടെ ജോമെട്രിക്കൽ ഐസോമേഴ്സ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ അല്ല മറ്റൊരു കോമ്പൗണ്ടിന്റെ ഈ ഒരു കോമ്പൗണ്ട് ജോമെട്രിക് ഐസോമർ ഫസ്റ്റ് നമ്മൾ വരച്ചിട്ടുണ്ട്. അതായത് MA3B3 ടൈപ്പ് കോംപ്ലക്സിന്റെ ജോമെട്രിക് ഐസോമർ ഫസ്റ്റ് ലൈവ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ആൻഡ് അടുത്തത് വന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ഓക്സിഡേഷൻ. അതേപോലെ തന്നെ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ഉണ്ടോ? ഇല്ല, ചോദിച്ചിരുന്നില്ല അല്ലെ. അതിൽ ഏതെങ്കിലും ഒന്ന് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ദെൻ ക്യുമീനിൽ നിന്നുള്ള ഫീനോളിന്റെ പ്രിപ്പറേഷൻ, ഏതാണ് ആൽഡോൾ കണ്ടൻസേഷൻ, ക്ലെമൻസൺസ് റിഡക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇത് NCERT-ലെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മക്കളെ സ്കാൻഡിയം ട്രാൻസിഷൻ എലമെന്റ് ആണ്, സിങ്ക് അല്ല എന്നുള്ള ഇത് നമ്മൾ PYQ നിന്ന് എടുത്ത ചോദ്യമാണ്. ദെൻ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ PYQ ആണ്. ഹിൻസ്ബർഗ് റിയേജന്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, PYQ ആണ്. അതേപോലെ കാർബലാമൈൻ റിയാക്ഷൻ, ഐസോസൈൻ, ഫൗൾ സ്മെല്ലിംഗ് ഗ്യാസ് വരെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പിക്സ് ആയിരുന്നു ഈ കാർബലാമൈനും ഹിൻസ്ബർഗും. അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റഡ് പോർഷൻസിൽ നിന്ന് ചോദ്യങ്ങൾ. ഇതാണ് ആൾഡോൾ കണ്ടൻസേഷൻ. എല്ലാം അത് തന്നെ നമ്മൾ എന്താണോ ലൈവിൽ ഡിസ്കസ് ചെയ്ത് അത് തന്നെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വ്യക്തമായി. ഞങ്ങളെ കൂടെ ഹൈഡ്രോപോറേഷൻ ഇത് കണ്ടോ, ഹൈഡ്രോപോറേഷൻ നിങ്ങൾ നോക്കിയ ഹൈഡ്രോപോറേഷൻ ഓക്സിഡേഷൻ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്രയും പെനിട്രേറ്റ് ചെയ്ത് പ്രൊപ്പീന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ പ്രൊപ്പീൻ ആയിരുന്നു. ഈ വരച്ചിരിക്കുന്നത് ബ്യൂട്ടീൻ. ഹൈഡ്രോപോറേഷൻ ഓക്സിഡേഷൻ ഒക്കെ അങ്ങനെ ഫെമിലിയർ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, റയർ കേസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് പെനിട്രേറ്റ് ചെയ്ത് നമ്മൾ ഒരു ടോപ്പിക് പോലും വിടാതെ
പഠിപ്പിച്ചുകൊണ്ടാണ് മക്കൾക്ക് ഇനി identify ചെയ്യാൻ മക്കളെ പറ്റുന്നത്. അതുപോലെ ഇൻടെക്സ്റ്റിലെ ആദ്യത്തെ ചോദ്യമാണ് ഫോർമുല തന്നിട്ട് അതേപോലെ IUPAC നെയിം തന്നിട്ട് ഫോർമുല എഴുതുക. അതേ ചോദ്യം നിങ്ങൾക്ക് വന്നു. അപ്പൊ NCERT-ലെ ഇൻഡെക്സ് ചോദ്യങ്ങളും PYQ നമ്മൾ ഇപ്പോഴും മക്കളോട് പറയുന്നത് PYQ മാത്രം നോക്കി പോരുത്. ഇനിയുള്ള എക്സാം എങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി നമുക്ക് ഈസി ആയിരിക്കണം, നമുക്ക് പ്രാർത്ഥിക്കാം ഈസി ആയിരിക്കണം, പക്ഷേ NCERT നോക്കി പോയാൽ ഗ്രാഫ് വരെ നമ്മൾ വരച്ചിട്ടുണ്ട്. നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് വരെ വരച്ചിട്ടുണ്ട്. അപ്പൊ മക്കളെ PYQ-നും അതേപോലെ NCERT-ലെ ചോദ്യങ്ങൾ തന്നെയാണ് PYQ ചോദ്യങ്ങൾ. അപ്പൊ പ്രീവിയസ് ഇയറിലെ ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാത്സിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് പോവാ, പ്രാക്ടീസ് ചെയ്ത് പോകും. നമ്മൾ അത്രയും സിക്കന്ദർ സാർ അത്രയും ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് നിങ്ങളെ ലൈവിൽ ഇരുന്നോ. രണ്ടുപേരുണ്ട്, നമ്മുടെ ഷിബിൽ സാറും സിക്കന്ദർ സാർ രണ്ടുപേരും ജെയുടെ ഫാക്കൽറ്റീസ് ആണ്. അപ്പൊ അവര് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാണ്. +1 +2 ജെയിലൊക്കെ എടുക്കുന്ന ഫാക്കൽറ്റി. അവർ രണ്ടുപേരും ലൈവ് കണ്ട ഒരു കുട്ടിക്ക് ഒരിക്കലും എന്തെങ്കിലും ഒരു മാർക്ക് പോലും മിസ് ആവില്ല. 100% ഉറപ്പാ. 100%, അതാ പറ 100 അല്ല 200% ഉറപ്പാന്ന് പറയാം. അത്രയും നന്നായിട്ട് അവർ ക്ലാസ് കളയാനില്ലേ. ഓക്കെ, അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളും ഏറ്റവും നന്നായിട്ട് കണ്ട് നമ്മളെ കൂടെ നിൽക്കുക, ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതുക അല്ലേ. ഓക്കെ. ഓൾ ദി വെരി ബെസ്റ്റ് നിങ്ങളെ. ബൈ ബൈ.